തലേന്ന് രാത്രി ഉറങ്ങാത്തതിൻ്റെ ശേഷിപ്പുകളുമായാണ് തീർത്ത അന്ന് ഓഫീസിലെത്തിയത്. അവളെ കണ്ടതും വേണി മുഖം തിരിച്ചു. അവളുടെ പ്രവൃത്തിയിൽ തീർത്തയ്ക്ക് വിഷമമൊന്നും തോന്നിയില്ല. തനിക്കെന്തെങ്കിലും അപകടം പറ്റുമോ എന്നോർത്തുള്ള ആദിയാണ് ദേഷ്യമായി പുറത്തേക്ക് വരുന്നതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. തൻ്റെ ബോട്ടിൽ വെള്ളമെടുത്തുകൊണ്ട് അവൾ വേണിക്കരികിലുള്ള തൻ്റെ സീറ്റിൽ വന്നിരുന്നു. വേണിയാണെങ്കിൽ അങ്ങനെയൊരാൾ തൻ്റെ അടുത്തുള്ള ഭാവം പോലുമില്ല. "ഡി" തീർത്ത പതിയെ അവളെ തോണ്ടി. അപ്പോഴും വേണിക്ക് അത് കേട്ട ഭാവമില്ല. "ഡി വേണി!" അവൾ വേണിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. "വിട്ടേ, എനിക്ക് വർക്കുണ്ട്." കൈ കുടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. "ഒന്ന് നോക്കടി പ്ലീസ്." തീർത്ത അവളുടെ താടിയിൽ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു. "എന്താ?" വേണി ദേഷ്യത്തോടെ ചോദിച്ചു. "ആ പൈസ കിട്ടിയാൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. ജാതകത്തിലുള്ളത് പോലെയൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അങ്ങനെയൊരു കാര്യമുണ്ടോ എന്ന് പോലും സംശയമാണ്. എല്ലാം നിന്റെ ഊഹമല്ലേ?" തൊട്ടടുത്ത് ഓഫീസിലെ BBC ഇരിക്കുന്നത് കൊണ്ട് ശബ്ദം താഴ്ത്തിയാണ് അവർ സംസാരിക്കുന്നത്. "ആ പൈസ കൊണ്ട് എനിക്ക് രക്ഷപ്പെടണ്ട," വേണി അമർഷത്തോടെ പറഞ്ഞു. "ഡി ഇങ്ങോട്ട് നോക്ക്." തീർത്ത വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഓഫീസ് അസിസ്റ്റൻ്റ് വന്ന് അവളെ MD വിളിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. തീർത്ത വേണിയെ ഒന്ന് നോക്കിയിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റു. വേണിയാണെങ്കിൽ അവളെ തറപ്പിച്ച് നോക്കിയിരിക്കുകയാണ്. തീർത്ത പതിയെ MDയുടെ ക്യാബിനിലേക്ക് നടന്നു. ഗ്ലാസ് ഡോറിൽ ഒന്ന് തട്ടി അനുവാദം വാങ്ങിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറി. "തീർത്ത ഇരിക്കൂ." ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന മോഹൻ അവളെ കണ്ടപ്പോൾ ഫോൺ മാറ്റിവെച്ച് വളരെ താല്പര്യത്തോടെ പറഞ്ഞു. തീർത്ത അയാൾക്ക് മുൻപിലുള്ള കസേരയിലിരുന്നു. വേണിയോട് അങ്ങനെ സൂചിപ്പിച്ചുവെങ്കിലും അപ്പോഴും വ്യക്തമായ തീരുമാനമെടുക്കാനാകാതെ അവളുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. "ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ തീർത്ത വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നോ?" കൈമുട്ട് ടേബിളിൽ കുത്തി മുൻപോട്ടാഞ്ഞുകൊണ്ട് മോഹൻ ചോദിച്ചു. "ഇല്ല സാർ." അവൾ തല വെട്ടിച്ചു. "ഓക്കെ, ഗുഡ്. എന്നിട്ട് തീർത്തയുടെ തീരുമാനം എന്താ?" അവളത് ആരോടും പറഞ്ഞില്ലെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസമായി. "സാർ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൂടി വേണം." കൈവിരലുകൾ തമ്മിൽ കൂട്ടിപ്പിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. "ഓക്കെ, പക്ഷേ അധികം വൈകരുത്. ഞങ്ങൾക്ക് സമയമില്ല." തീർത്ത ഓക്കെ അല്ലെങ്കിൽ വേറൊരാളെ കണ്ടുപിടിക്കണ്ടേ? മോഹൻ പറഞ്ഞു. "ഓക്കെ സാർ." അവൾ തലയാട്ടി. "ഓക്കെ, യു മേ ഗോ." മോഹൻ പറഞ്ഞു. അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തീർത്ത പതിയെ ക്യാബിനിൽ നിന്നും ഇറങ്ങി. അവൾ പോയതും അയാൾ വേഗം തന്നെ ആർദ്രയ്ക്ക് കോൾ ചെയ്തു. തീർത്തയുമായി സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു. "അവൾ സമ്മതിക്കും ചെറിയച്ചാ." നോ പറയാനാണെങ്കിൽ അവളത് ഇന്നു തന്നെ പറഞ്ഞേനെ. ആലോചിക്കും തോറും ആ 3 കോടി രൂപ അവളുടെ തലച്ചോറിനെ കാർന്നു തിന്നും. "അവൾ നമുക്ക് മുൻപിൽ തന്നെ വരും. ചെറിയച്ചൻ നോക്കിക്കോ." ആർദ്ര പറഞ്ഞു. സുന്ദരമായ അവളുടെ മുഖത്തിനു പിറകിൽ കുടിലതയുടെ കൂടാരമാണെന്ന് മോഹന് തോന്നി. ഇതുപോലെയൊരാൾ മേടയെടുത്ത് വന്ന് കയറിയാൽ ശരിയാകുമോ എന്നയാൾ ആലോചിക്കാതിരുന്നില്ല. സംസാരത്തിനിടയിൽ ഇന്നലെ മാധവ് പറഞ്ഞ കാര്യങ്ങൾ അയാൾ അവളോട് പറഞ്ഞു. "ഓ, അങ്ങനെയാണോ?" അങ്ങേ തലയ്ക്കൽ ഒരു നിമിഷം നിശബ്ദമായി. അവൾ എന്തോ ആലോചിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. "തൽക്കാലം ചെറിയച്ചൻ തീർത്തയുടെ കാര്യവുമായി തന്നെ മുന്നോട്ട് പൊക്കോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം." മനസ്സിലെന്തോ പദ്ധതി നെയ്തുകൊണ്ട് അവൾ പറഞ്ഞു. നോക്കാം." അയാൾ കോൾ കട്ട് ചെയ്തുകൊണ്ട് തീർത്തയുടെ സെക്ഷനിലെ CCTV സ്ക്രീൻ സൂം ചെയ്തു. ആലോചനയോടെ താടിക്കും കൈ കൊടുത്തിരിക്കുകയാണ് അവൾ. ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അവൾ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ആർദ്രയുടെ അത്രയും സുന്ദരിയല്ലെങ്കിലും നല്ല ഐശ്വര്യമുള്ള മുഖമാണ് തീർത്തയുടേതും. ആദ്യമായാണ് അയാൾ അവളെ അത്ര കാര്യമായി ശ്രദ്ധിക്കുന്നത് തന്നെ. PA അങ്ങോട്ട് കയറിയത് കൊണ്ട് അയാൾ വേഗം തന്നെ സ്ക്രീൻ മാറ്റി. "നീ എന്താ ഇത്ര ആലോചിക്കുന്നത്?" "രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്." ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഭക്ഷണത്തിൽ വെറുതെ വിരലിട്ടിളക്കിക്കൊണ്ടിരിക്കുന്ന മാധവിനോട് വിഷ്ണു ചോദിച്ചു. "നീ പറഞ്ഞതുപോലെ കുരുക്കുകളെല്ലാം മുറുകുകയാണ്." അവസാനത്തെ ട്രംപ് കാർഡ് പോലെ അവർ അച്ചമ്മയെ ഇറക്കി. മാധവ് ഒന്ന് നെടുവീർപ്പിട്ടു. "അച്ചമ്മ വന്നാൽ എന്താ?" അച്ചാറിൽ തൊട്ട് നക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. "അച്ചമ്മ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എനിക്കത് എതിർത്ത് പറയാനാകില്ല. അതവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നും അച്ചമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്." അവൻ ഭക്ഷണത്തിൽ നിന്നും കൈയെടുത്തു. "അച്ചമ്മയോട് നീ കാര്യം പറ. അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം?" വിഷ്ണു ചോദിച്ചു. "അച്ചമ്മയോട് ഞാൻ പറഞ്ഞു. അച്ചമ്മയ്ക്ക് കാര്യം മനസ്സിലായി. പക്ഷേ എൻ്റെ തറവാട്ടിലെ ഏക ആണാണ് ഞാൻ. വംശം നിലനിർത്താൻ ഞാൻ വിവാഹം ചെയ്തേ പറ്റൂ എന്നാണ് അച്ചമ്മ പറയുന്നത്." മാധവ് പറഞ്ഞു. "എന്നാ പിന്നെ നിന്നെപ്പോലെ ജാതകത്തിലൊരു വിശ്വാസമില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ നോക്ക്. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ചെറിയച്ഛൻ്റെയും ഒക്കെ ആഗ്രഹം ഞാൻ ആർദ്രയെ വിവാഹം കഴിക്കണമെന്നല്ലേ? രണ്ടും കൂടി എങ്ങനെ സാധിക്കും? എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടാകൂ. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്." മാധവ് തീരുമാനിച്ചതുപോലെ പറഞ്ഞു. പിന്നെ വിഷ്ണുവിന് അഭിപ്രായമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവൻ മൗനം പാലിച്ചു. മാധവ് വീണ്ടും തൻ്റെ ചിന്തകളിൽ മുഴുകി. ആകെ അസ്വസ്ഥനായതുപോലെ അവൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ചിമ്മിക്കൊണ്ടിരുന്നു.
കോളേജ് വിട്ട് ആർദ്ര നേരെ മേലിടത്തേക്ക് ചെന്നു. അച്ചമ്മയെ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. ആഹാ, ആർദ്രമോളോ, എന്താ ഇപ്പോൾ ഈ വഴിക്കൊന്നും വരാത്തത്? അവളെ കണ്ടതും പാർവതി വാത്സല്യത്തോടെ ചോദിച്ചു. വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. വാ. അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അവരകത്തേക്ക് നടന്നു. മോളെ മരുമകളുടെ സ്ഥാനത്ത് സങ്കല്പിച്ചു പോയി. ഇനി മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണുക പ്രയാസമാണ്. അവൾക്കൊപ്പം ലിവിംഗ് റൂമിലെ കൗച്ചിലിരുന്നു കൊണ്ട് പാർവതി പറഞ്ഞു. മാധവേട്ടനെ പോലെ എനിക്കും ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ അച്ഛനും അമ്മയും, അവർക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അവൾ സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. ആൻറ്റിക്കറിയാം മോളെ, വിധിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അവർ നെടുവീർപ്പിട്ടു. മാധവൻ്റെ ഭാര്യയായി, മേലിടത്തെ മരുമകളായി ഞാൻ തന്നെ വരും. ഒരു വിധിക്കും അത് തടയാനാവില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. മോളിരിക്കെ, ഞാൻ ചായ എടുക്കാം. പാർവതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ചമ്മ അങ്ങോട്ട് വന്നു. അവരെ കണ്ടപ്പോൾ അവൾ ബഹുമാനത്തോടെ എഴുന്നേറ്റു. മുൻപ് മാധവ് മൊബൈലിൽ ആർദ്രയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അച്ചമ്മയ്ക്ക് അവളെ മനസ്സിലായില്ല. അവളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും ആ കണ്ണുകളിൽ സംശയഭാവം വന്നു. ആരാ കുട്ടിയെ? അവർ അവൾക്കരികിലേക്ക് ചെന്നു. ഞാൻ ആർദ്ര, വലിയ പുരക്കിലെ വിശ്വനാഥൻ്റെ മോളാ. ആർദ്ര സ്വയം പരിചയപ്പെടുത്തി. ആ, എൻ്റെ മാധവൻ്റെ പെണ്ണ് അല്ലേ? അച്ചമ്മയ്ക്ക് ആളെ മനസ്സിലായി. ആർദ്ര മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ചായയുമായി പാർവതി അങ്ങോട്ട് വന്നു. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് ചായ വേണോ? ആർദ്രയ്ക്ക് ചായ കൊടുത്തുകൊണ്ട് അവർ ചോദിച്ചു. നിക്ക് വേണ്ട, ഇത്തിരി നേരം മുന്നേ ജാനകി തന്നു. അവർ ആർദ്രയ്ക്ക് അരികിലിരുന്നു. അമ്മയ്ക്ക് ആളെ മനസ്സിലായോ? നമ്മുടെ മാധവ് കെട്ടാനിരുന്ന കുട്ടിയാ. പാർവതി അവളെ പരിചയപ്പെടുത്തി. കുട്ടി പറഞ്ഞു. അച്ചമ്മ കണ്ണട ഒന്ന് കയറ്റി വെച്ചു. ഇത്രയും നല്ലൊരു പെൺകുട്ടി അവനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ്റെ വിധി ഇതായി പോയല്ലോ എൻ്റെ മഹാദേവാ. പാർവതി സങ്കടത്തോടെ കണ്ണു തുടച്ചു. ആൻറ്റി, കരയരുത്. ചായ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചുകൊണ്ട് അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഞാനല്ലെങ്കിൽ വേറെ ഒരാൾ, മാധവേട്ടൻ്റെ ജാതകവുമായി ചേരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ ആലോചിച്ചോളൂ. എനിക്ക് മാധവേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നേ ഉള്ളൂ. ആർദ്ര തൻ്റെ അഭിനയ പാഠവം മുഴുവനായി പുറത്തേക്കെടുത്തു. അവൻ സമ്മതിക്കില്ല മോളെ. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നടപ്പാണ്. എന്ത് ചെയ്യാനാ? വംശം നിലനിർത്താനുള്ള ഏക ആൺതിരിയായി പോയില്ലേ? പാർവതി ഒന്ന് നെടുവീർപ്പിട്ടു. അച്ചമ്മ പറഞ്ഞാൽ മാധവേട്ടൻ എന്തായാലും കേൾക്കും. അച്ചമ്മ പറഞ്ഞാലേ കേൾക്കൂ. മറ്റൊരു വിവാഹം കഴിക്കാൻ അച്ചമ്മ ഏട്ടനോട് പറയണം. അച്ചമ്മയുടെ ചുളിഞ്ഞ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആർദ്ര അച്ചമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോൾ പാർവതിയുടെ മുഖം മാറി. അവർ ദേഷ്യത്തോടെ ഭർത്താവിൻ്റെ അമ്മയെ നോക്കി. മാധവനെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കാം എന്ന് അച്ചമ്മയുടെ കയ്യിൽ നിന്നും ഉറപ്പു വാങ്ങിയിട്ടാണ് ആർദ്ര മേലെടുത്ത് നിന്നും ഇറങ്ങിയത്. അന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോൾ അച്ചമ്മ തന്നെ ആ വിഷയം എടുത്തിട്ടു. ആർദ്ര വീട്ടിൽ വന്ന കാര്യം ചിന്നുവിൽ നിന്നും അറിഞ്ഞ മാധവന് കല്യാണക്കാര്യം ചർച്ചയ്ക്കുണ്ടാകുമെന്ന് തോന്നിയിരുന്നു. ഓക്കെ, ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം. പക്ഷേ ആ പെൺകുട്ടിയും എന്നെപ്പോലെ ജാതകത്തിൽ വിശ്വസിക്കാത്തവളായിരിക്കണം. ആ ഒരു വിവാഹം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂ. പിന്നെ ആർദ്ര എന്നല്ല മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിന് സമ്മതമാണെങ്കിൽ പെണ്ണിനെ നോക്കിക്കോളൂ. പിന്നെ വേറൊരു കാര്യം, കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണം. മാധവ് തൻ്റെ നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. നിബന്ധനകളുടെ പുറത്താണെങ്കിലും കല്യാണത്തിന് അവൻ സമ്മതിച്ചതിനാൽ എല്ലാവരും വളരെ സന്തോഷത്തിലായി. പക്ഷേ മോഹൻ മാത്രം ആലോചനയിലായിരുന്നു. മാധവ് ഒരു കണിശക്കാരനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചാൽ ആർദ്രയ്ക്ക് പിന്നീടൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകില്ല. പിന്നെ അവൾ എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? മോഹന് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നത് പോലെ തോന്നി. ഓപ്പ കുറച്ചു നാളത്തേക്ക് ഒരു കല്യാണം കഴിക്കുന്നതിൽ ശിവുവിന് എന്താ അഭിപ്രായം? രാത്രി കിടക്കാൻ നേരം ശിവുവിൻ്റെ മുടി ചീവി കൊടുക്കുമ്പോൾ തീർത്ത പതിയെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കുറച്ചു നാളത്തേക്ക് കല്യാണമോ? അതെന്താ? ശിവു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മുടി വലിഞ്ഞ് അവൾക്ക് തല വേദനിച്ചു. അതൊക്കെ അങ്ങനെയാണ്. എന്താ മോളുടെ അഭിപ്രായം? ശിവൻ്റെ തല തിരിച്ചു പിടിച്ചുകൊണ്ട് മുടി മെടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ഓപ്പ കല്യാണം കഴിച്ചാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ എവിടെ താമസിക്കും? ഈ വാടക വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാകില്ലേ? സങ്കടത്തോടെയാണ് ആ ചോദ്യം. ഓപ്പ എവിടെ പോയാലും എൻ്റെ ശിവുവും കൂടെ ഉണ്ടാകില്ലേ? ശിവുവിൻ്റെ നീണ്ട മുടി മെടഞ്ഞ് അവൾ തുമ്പത്ത് ഒരു ബാൻഡ് ഇട്ടുകൊണ്ട് പറഞ്ഞു. അത് ഓപ്പ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ സമ്മതിക്കോ? ആ കുഞ്ഞി കണ്ണുകളിൽ സംശയം. അങ്ങനെ സമ്മതിക്കുന്ന ആളെ മാത്രമേ ഓപ്പ കല്യാണം കഴിക്കൂ. അവളുടെ ഇരു കവിളിലും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തീർത്ത നെറുകിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. ശിവുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ഉറങ്ങുന്ന ശിവുവിനെയും ചേർത്ത് പിടിച്ച് തുറന്നിട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ താനെടുത്ത തീരുമാനം ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അവൾ. പിറ്റേന്ന് വേണി ഒരുപാട് തടഞ്ഞെങ്കിലും അവൾ മോഹൻ സാറിനോട് തൻ്റെ സമ്മതം അറിയിച്ചു.
പ്ലാനുകൾ പാളിപ്പോകുന്നു എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് മോഹൻ അവളോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങിയ തീർത്ഥയുടെ മുഖം നിരാശയിൽ മങ്ങിയിരുന്നു. നന്നായി, എൻ്റെ പ്രാർത്ഥനയാണ്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്നത് അവളാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സ്വന്തം ജീവിതം വെച്ച് കളിക്കില്ലേ തീർത്ത. അതും പറഞ്ഞുകൊണ്ട് വേണി തിരിഞ്ഞിരുന്നു. ആ പൈസ കണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത് കൊണ്ട് തീർത്ത വല്ലാതെ നിരാശയിൽ അകപ്പെട്ടു പോയിരുന്നു. ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ തന്നെയാകും തൻ്റെയും ശിവുവിൻ്റെയും വിധി. സ്വന്തം വിധിയെ പിഴച്ചുകൊണ്ട് അവൾ വർക്കിലേക്ക് തിരിഞ്ഞു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് തിരികെ വന്നിരിക്കുമ്പോഴാണ് സരസ്വതി ചെറിയമ്മയുടെ കോൾ വന്നത്. സ്ക്രീനിൽ അവരുടെ പേര് കണ്ടപ്പോൾ തീർത്ഥയുടെ മുഖം ചുളിഞ്ഞു. ഇവരെന്തിനാ വിളിക്കുന്നത്? പിറുപിറുത്തുകൊണ്ട് അവൾ ഫോൺ സൈലൻ്റ് ആക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കോൾ വന്നു. ഇനിയും എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ട് തീർത്ഥ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ചെറിയമ്മേ? ഒട്ടും താല്പര്യമില്ലാതെ അവൾ ചോദിച്ചു. ഇല്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞങ്ങൾ രണ്ട് ആത്മാക്കൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? അവൾ അമർഷത്തോടെ ചോദിച്ചു. ഇല്ല, എൻ്റെയിലില്ല. അവരെന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുന്നേ അവൾ കോൾ കട്ട് ചെയ്തു. എന്താടി, ചെറിയമ്മയാണോ? അപ്പുറത്തിരുന്ന് അവളുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന വേണി ചോദിച്ചു. 50,000 രൂപ അയക്കാൻ. അവളുടെ പുതിയ ഭർത്താവിന് ബിസിനസ് തുടങ്ങാനാണെന്ന് വെറുപ്പോടെ അവൾ പറഞ്ഞു. ആദ്യം മുതലേ നീ കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ് ഇപ്പോൾ എന്തുണ്ടായാലും നിന്നെ വിളിക്കുന്നത്. പിന്നെ ശിവുവിനെ അവർ അന്വേഷിക്കുന്നുമില്ലല്ലോ. HR ക്യാബിനു മുന്നിലൂടെ പോയപ്പോൾ ഇരുവരും ഒരു നിമിഷം നിശബ്ദരായി. അവർക്ക് ആരെയും വേണ്ട, പണം മാത്രം മതി. അവർക്ക് വേണ്ടി കടം വാങ്ങി ഞാൻ മുടിഞ്ഞു. തീർത്ത ദേഷ്യത്തിൽ അണപ്പല്ല് ഞെരിച്ചു. അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് വേണി തൻ്റെ സിസ്റ്റത്തിലേക്ക് കണ്ണു നട്ടു. ഇതേ സമയം തീർത്ത ഓക്കെ പറഞ്ഞത് ആർദ്രയെ വിളിച്ചറിയിക്കുകയായിരുന്നു മോഹൻ. ആ വിവരം മാധവനെ അറിയിക്കാനായിരുന്നു ആർദ്രയുടെ മറുപടി. മോഹൻ ഇന്നലെ മാധവ് അന്തിമമായി പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ പറയുന്നതാണ്. അതൊക്കെ മാറിക്കോളും, അല്ലെങ്കിൽ ഞാൻ മാറ്റും. പിന്നെ വേറൊരു കാര്യം, പണത്തിന് വേണ്ടിയാണ് തീർത്ത കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ഇപ്പോൾ മാധവ് അറിയണ്ട. വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. വല്ലാത്തൊരു ഗർവ് അവളുടെ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചു. അല്ല മോളെ, മോൾ എന്തിനാ അവനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്? മോൾക്ക് അവനേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടില്ലേ? ഇതിപ്പോൾ തീർത്തയെ അവൻ കല്യാണം കഴിച്ചാൽ രണ്ടാം കെട്ടുകാരനായില്ലേ? അതുമാത്രമല്ല, ദോഷം തീരാനായി അവർക്ക് കുഞ്ഞുമുണ്ടാകണം. തീർത്ത പോയാൽ ആ കുഞ്ഞിൻ്റെ കാര്യം എന്താകും? കുറച്ചു നാളായി മോഹൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങളായിരുന്നു അത്. താൻ അറിയാത്ത എന്തൊക്കെയോ പദ്ധതികൾ ആർദ്രയ്ക്കുണ്ടെന്ന് അയാൾക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു.